അമ്മ പുഴയിലെറിഞ്ഞ 3 വയസ്സുള്ള കുട്ടി അച്ഛൻ്റെ ബന്ധുവിനാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു 2 വർഷത്തോളമായി എന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വല്ലാതെ ഉലച്ചു കളഞ്ഞ വാർത്ത. വല്ലാത്ത കഷ്ടം. അതും 3 വയസ്സിൽ. ആ അമ്മ എന്തിനു വേണ്ടി കൊന്നതാണെങ്കിലും കുട്ടി മരിച്ചതുകൊണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ടും മാത്രമല്ലേ ഇപ്പോൾ അത് പുറത്തറിഞ്ഞത്. വല്ലാത്ത സങ്കടം എന്നല്ലാതെ എന്തു പറയാൻ. ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്ന, അത് അബ്യൂസാണെന്ന് തിരിച്ചറിയാത്ത, അമ്മയോടോ അച്ഛനോടോ പോലും പറയാൻ കഴിയാത്ത എത്ര കുട്ടികളുണ്ടാവും നാട്ടിൽ. ഇത് ചൈൽഡ് അബ്യൂസിനെ കുറിച്ച് നമ്മൾ ഓരോ വാർത്ത വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുകയും പിന്നീട് അത് വീണ്ടും മറന്നു പോവുകയും ഒക്കെ ചെയ്തു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? വിചിത്രമാണ് മനുഷ്യർ. മനുഷ്യനോളം വിചിത്രമായ മറ്റൊന്നും ഈ ഭൂമി കാണില്ല. നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവരും ജീവിതകാലം മുഴുവൻ ഒരാളെ തന്നെ ഓർത്ത് നിൽക്കുന്നവരും പലരും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഒരുപാട് ദൂരത്തിരുന്ന് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒപ്പം കഴിയുന്നവരുടെ പോലും മനസ്സ് തിരിച്ചറിയാൻ പറ്റാത്തവരും ഉണ്ട്. സ്നേഹിക്കുന്നവരെ കാണാതെ പോകുന്നവർ, കിട്ടാത്ത സ്നേഹത്തിൻ്റെ പിന്നാലെ അലയുന്നവർ. അത്രമാത്രം വിചിത്രമാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികൾ. നമുക്ക് ആരെയും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ആരെയും നമ്മൾ വിശ്വസിച്ചുകൂടാ എന്നുള്ളതാണ്. ഇതൊരു വലിയ വിപത്താണ്. ഒരു ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 3 വയസ്സായ കുട്ടിക്ക് എന്തറിയാനാണ്? ആ കുട്ടിക്ക് എന്താണ്? അപ്പം ഒരു മിഠായി കിട്ടിയാലോ അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഇതെല്ലാം ആ പ്രായത്തിൽ വല്ലാതെ ആകർഷിക്കും. അത് കൊടുത്താണ് ഈ അച്ഛൻ്റെ അനിയൻ ആ കുട്ടിയെ സ്നേഹിച്ചത്. കുട്ടി സ്നേഹമാണെന്ന് കരുതി ആ അച്ഛൻ്റെ അനിയൻ്റെ കൂടെ കിടന്ന് ഉറങ്ങാനാണ് ആ കുട്ടി ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് അമ്മയേക്കാൾ. കാരണം കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അയാൾ വാങ്ങിക്കൊടുക്കുന്നു. നാട്ടുകാർ പറയുന്നുണ്ട് അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അംഗനവാടിയിൽ നിന്ന് മിഠായിയും എല്ലാം മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്ത് ആ കുട്ടിയെ നോക്കിയിരുന്നത് എന്ന് ഒരാൾക്കും സംശയം തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ അച്ഛൻ പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ കേട്ടു, ഭാര്യ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അനിയനെ കൊന്ന് ജയിലിൽ പോയേനെ, കുട്ടിയെ കൊല്ലേണ്ട ആവശ്യം വരില്ലായിരുന്നുവെന്ന്. അങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഒരിക്കലും സംഭവിക്കില്ല. കാര്യം ഒപ്പം ജനിച്ചു വളർന്ന അനിയൻ, മറ്റേത് 12 വർഷമോ 13 വർഷമോ മറ്റോ ആയിട്ട് കണ്ട ഭാര്യ. ഈ ഭാര്യ സഹോദരനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ആര് പ്രതിയാവും? വെറുതെ പറഞ്ഞതാണെന്നല്ലേ എല്ലാവരും പറയൂ. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെയായിരിക്കും ആ സ്ത്രീ ഇത് അറിഞ്ഞിട്ടും പറയാതെ പോയതാണോ എന്താ അറിയില്ല. എങ്കിൽ പോലും ആ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാം. നമ്മളൊരു കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം എന്തും പറയും. പക്ഷേ നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് നിരീക്ഷിക്കുകയെങ്കിലും വേണം. കണ്ണടച്ച് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പം ദേഷ്യം കൊണ്ട് പലതും പറയാം, അങ്ങനെയാണോ എന്നും നോക്കിയിട്ട്, അല്ലാതെ പെട്ടെന്ന് മുറി 2 എന്നുള്ളത് ആവരുത് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇതൊരു വലിയ വിപത്താണ്. നമ്മൾ കുട്ടികളെ സ്വന്തം സഹോദരൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എടുക്കാൻ എല്ലാവർക്കും കുട്ടികളെ എടുക്കാൻ ഇഷ്ടം തോന്നും. അപ്പോൾ അത് അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മാനസിക നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബന്ധങ്ങളെ അത് വിള്ളലുണ്ടാക്കും. ഇപ്പം എന്താണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക? നമ്മളിപ്പോൾ വാളയാറ് സംഭവിച്ചതാണെങ്കിൽ ഇതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നാണ് ആ കുട്ടികൾക്ക് പീഡനം ഏൽക്കേണ്ടി വന്നതെന്ന് പറയപ്പെടുന്നു. അപ്പം ആരും അറിയാതെ പോകുന്നു ഇതെല്ലാം. നമ്മൾ മനസ്സ് വെച്ചാൽ ഒരു പരിധി വരെ ഇതൊക്കെ തടയാൻ കഴിയും. അതിന് 2 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കണം. 1 സെക്സ് എഡ്യൂക്കേഷൻ, 2 കുട്ടികളോട് രക്ഷകർത്താക്കൾ, അധ്യാപകർ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചെറിയ കുട്ടികൾക്ക് എന്ത് സെക്സ് എഡ്യൂക്കേഷൻ എന്നല്ലേ? ഞെട്ടണ്ട. ഒരു 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചില അവയവങ്ങൾ, നെഞ്ചിൻ്റെ താഴെ, അതേപോലെ മൂത്രമൊഴിക്കുന്ന ഭാഗം, പിറകുവശം, ഇവിടെയൊന്നും ആരെയും തൊടാൻ അനുവദിക്കരുത് എന്ന് തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അമ്മയോ അച്ഛനോ അല്ലാതെ മറ്റാരെയും അതിന് അനുവദിക്കരുതെന്ന് പറയുക. ആരെയും എന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. വഴിയിൽ കാണുന്നവർ, അയൽവക്കക്കാർ, ഇങ്ങനെ ആരായാലും
അവർക്ക് മിഠായിയോ ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ടാവും. അവരെ ഒന്നും സ്വകാര്യ ഭാഗം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ലായിരിക്കും, ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയണം. ഒരു ഡോക്ടർ പോലും ഒരു കുട്ടിയുടെ, അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അച്ഛൻ്റെയോ അമ്മയുടെയോ അനുവാദമില്ലാതെ സാന്നിധ്യത്തിലല്ലാതെ ശരീരഭാഗങ്ങളിൽ തൊടാൻ പാടില്ല. അപ്പം അതൊന്നും നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ടുള്ള കളികൾ കളിക്കാൻ ഒരാളെയും അനുവദിച്ചുകൂടാ. അത് പറഞ്ഞു കൊടുക്കണം. ആ കളി കളിക്കുന്നവരോട് കൂട്ടുപാടില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് വന്ന് വീട്ടിൽ പറയണമെന്നും കുട്ടികളോട് പറയുക. ആരെങ്കിലും അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തൊടുന്നുണ്ടെങ്കിൽ, തൊട്ടുള്ള കളി കളിക്കുന്നുണ്ടെങ്കിൽ, സ്കൂളുകളിൽ നിന്നായാലും മറ്റു കുട്ടികളായാലും ആരായാലും അധ്യാപകരായാലും അത് വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ തൊടരുത്, ഇനി മറ്റാരെങ്കിലും അങ്ങനെ വന്ന് തൊടുകയാണെങ്കിൽ എന്നെ രക്ഷിക്കണം, എന്നെ അവിടെ തൊടരുത് എന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തന്നെ കുട്ടിയോട് പറയുക. എന്നാലേ മറ്റുള്ളവർ അറിയൂ. കൂടാതെ മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുവാൻ കുട്ടികളെ ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്നും അത് വീട്ടിൽ വന്ന് അച്ഛനോടോ അമ്മയോടോ പറയണമെന്നും പറഞ്ഞു കൊടുക്കണം. ഒരു വസ്തു ഉപയോഗിച്ചും സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുവാൻ, അത് കളിയുടെ രൂപത്തിലാണെങ്കിൽ പോലും ആര് നിർബന്ധിച്ചാലും ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കണം. പരിചയമില്ലാത്തവർ എന്ത് തന്നാലും, അത് ഐസ്ക്രീം ആയിക്കോട്ടെ, മിഠായി ആയിക്കോട്ടെ, കളിപ്പാട്ടമായിക്കോട്ടെ, ഒരു സാധനവും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങരുത് എന്നും പറഞ്ഞു കൊടുക്കണം. ആര് വിളിച്ചാലും കൂടെ പോകുന്ന ചില കുട്ടികളുണ്ട്. അത് സ്മാർട്ട്നെസ്സിൻ്റെ ലക്ഷണമൊന്നുമല്ല. ആര് വിളിച്ചാലും കൂടെ പോവരുത്, ഞാനില്ല എന്ന് തന്നെ പറയാൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ, ഇപ്പം ബന്ധുക്കളെയൊക്കെ നമ്മൾ സംശയദൃഷ്ടിയോടെ കാണണം എന്നില്ലല്ലോ, കാണാൻ പറ്റില്ല. കുട്ടികൾക്ക് അവരുടെ ലെവലിൽ നിന്ന് അവരെന്ത് പറയുന്നുവോ അത് വളരെ സൗഹാർദ്ദപൂർവ്വം സ്നേഹപൂർവ്വം കേൾക്കാനുള്ള മനസ്സ് രക്ഷിതാക്കൾ കാണിക്കണം. അത് അധ്യാപകരും രക്ഷിതാവിൻ്റെ രൂപത്തിൽ അവരോട് സംസാരിക്കേണ്ടതാണ്. ഇനി കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുകയാണെങ്കിൽ, പഠനത്തിൽ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് ഇടപഴകുന്നതിലോ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നതിലോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമ്മൾ കാണുകയാണെങ്കിൽ അതും ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ ആ കുട്ടിയോട് അത് ചോദിച്ച് മനസ്സിലാക്കണം. എന്ത് കേട്ടാലും തല്ലാൻ പോവരുത് കുട്ടികളെ. അവരിൽ നിന്ന് അവർക്ക് എന്താണോ അനുഭവപ്പെട്ടത് അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമ രക്ഷിതാക്കൾ കാണിക്കണം. നമ്മുടെ കുട്ടികളാണ്, അവർക്ക് മോശം അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കൂടാ. മറ്റുള്ള എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. കുട്ടികളെ എന്ന് കരുതി സ്കൂളിലോ പുറത്തോ ഒന്നും വിടാതിരിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്നത് കാണാൻ പറ്റും, അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ അത് പറയാൻ പ്രേരിപ്പിക്കുക, അത് പറയാനുള്ള മനസ്സ് ആ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ. ഇനി നമ്മളെക്കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു മോശം അനുഭവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായ കുട്ടികളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. കുട്ടിയല്ല അതിന് കാരണം. അവരോട് എമ്പതിയോടെ മാത്രം പെരുമാറണം. പക്ഷേ സംഭവം ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണം. അതിന് ഉത്തരവാദിയായവരെ ശിക്ഷിക്കാൻ അനുവദിക്കണം. വാളയാറിലെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമ്മുടെ നെഞ്ചിലൊരു നോവാണ്. അതുപോലെ ഇപ്പോൾ ഈ പുഴയിലെറിഞ്ഞ കല്യാണി എന്ന കുട്ടിയും അതുപോലെ, അല്ലെങ്കിൽ ഇതുപോലെ എത്രയെത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ തന്നെ വീടുകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സംഭവം ഇനി ഉണ്ടായിക്കൂടാ. അതിന് നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. കുട്ടികളെ നമ്മൾ സ്നേഹിക്കണം എന്ന് കരുതി അവരെ അബ്യൂസ് ചെയ്യാൻ അനുവദിച്ചുകൂടാ ആരെയും. നമ്മുടെ സ്വന്തക്കാരായിക്കോട്ടെ, നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആരുടെ വീട്ടിലേക്കും കുടുംബക്കാരുടെ വീട്ടിലൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളെ താമസിക്കാൻ വിടുന്നൊരു സമ്പ്രദായമുണ്ട്. അതൊന്നും ഇനി ചെയ്യാൻ പാടില്ല. നമ്മുടെ കൺവെട്ടത്ത് നിന്ന് നമ്മുടെ കുട്ടികൾ, ആ കുട്ടിക്ക് ഒരു ബോധം അല്ലെങ്കിൽ അറിവ് വരുന്നത് വരെ നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. മനുഷ്യക്കുട്ടികളെ സൂക്ഷിക്കണം. രക്ഷിതാക്കൾ എന്ന് പറയുന്നത് അതാണ്. മറ്റ് മൃഗങ്ങളെപ്പോലെയല്ല. അവരൊരു പ്രായം കഴിഞ്ഞാൽ ചിക്കിപ്പരത്തും. അത് അവരുടെ പ്രായം അവർക്കറിയാം, ഏതാണ് ചിക്കിപ്പരത്തേണ്ട പ്രായമെന്ന്. അതുപോലെ നമ്മളും മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികളെ നമ്മുടെ സംരക്ഷണയിൽ നിന്ന് മാറ്റേണ്ട സമയം എപ്പോഴാണ്? അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനാകുമ്പോൾ.
മാത്രം. ആ ഒരു ഘട്ടം വരെ നമ്മുടെ സംരക്ഷണയിൽ, നമ്മുടെ കൺവെട്ടത്ത് തന്നെ നമ്മുടെ മക്കളുണ്ടാവണം. അല്ലാതെ അവരിങ്ങനെ ആരോടും പറയാൻ പറ്റാതെ ആരെങ്കിലും അവരെ നോവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണം.